നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതൊക്കെ നടപ്പിലാവുന്ന കാര്യമാണോ ചേച്ചി? നീ ഇത് അവിടെ കൊണ്ടിട്ടിട്ട് വേഗം ഇങ്ങോട്ട് വരാൻ നോക്ക്. എടി വിരിക്ക. ചേച്ചി, അവൾ ഇനി എപ്പോ താഴേക്ക് വരുമെന്ന് കരുതിയ നമ്മളിങ്ങനെ നിൽക്കുന്നേ. വന്നില്ലെങ്കിൽ നമ്മൾ വരുത്തും. ഞാനിപ്പോ അന്നത്തെ പോലെ ആതിരെ താഴേക്ക് വിളിക്കാൻ പോവാ. അവൾ ഇറങ്ങി വരും. സ്റ്റെപ്പിൽ നിന്ന് ചവിട്ടിയിലേക്ക് കാലെടുത്ത് വെക്കുന്നതും കാല് വഴുതി അവള് നിലത്ത് വീഴും. അതോടെ ആതിരയുടെ ഗർഭം ക്ലോസ്. അങ്ങനെ ചെറിയ വീഴ്ചയിലൊന്നും കലങ്ങുന്ന ഗർഭമല്ല അവളുടേത്. അന്ന് തന്നെ കണ്ടില്ലേ? അതെനിക്കൊരു അബദ്ധം പറ്റിയതാ. അവൾ എന്റെ മുന്നിലേക്ക് വീണപ്പോ തന്നെ അവളുടെ അടിവയറ്റിലൊരു ചവിട്ടും കൂടെ കൊടുക്കേണ്ടതായിരുന്നു. ഇന്ന് ആ അബദ്ധം സംഭവിക്കില്ല. വീഴുന്നതോടെ അവൾ അവിടെ ഇട്ട് ചവിട്ടും ഞാൻ. എങ്കിൽ പിന്നെ ചേച്ചി അവളെ താഴേക്ക് വിളിക്കുക. അന്നേ അവളെ താഴെ വീണ് കിടന്ന് പെടയുന്നത് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇന്നത് കണ്ണു നിറയെ കാണണം എനിക്ക്. വിളിക്ക് ചേച്ചി. നീ എപ്പോഴും ഇങ്ങനെ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാതെ വല്ല പുസ്തകം എടുത്ത് വായിക്കേ. ഏത് നേരവും ഇതിലിങ്ങനെ നോക്കിയിരുന്നാലേ തലവേദനയും തലകറക്കും ഒക്കെ വരും. ഇതുകൊണ്ട് മാറ്റിവെച്ച് എന്നിട്ട് ദാ ഇതെടുത്ത് കഴിക്ക്. എനിക്കിപ്പോ വേണ്ട ഏട്ടത്തി. അത് പറഞ്ഞു പറ്റില്ല, ഇത് കഴിച്ചേ പറ്റൂ. കഴിക്ക്, പിടിക്കേ. ഞാൻ ആവണി വയറ്റിയിട്ടോണ്ടിരിക്കുമ്പോഴേ എന്തെല്ലാം തിന്നാനുള്ള ആഗ്രഹങ്ങൾ വരുന്നെന്നറിയോ? അനൂപേട്ടനെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി ഞാൻ ഒന്നും പറയാൻ പോവില്ല. എനിക്കിപ്പോ എന്ത് ഭാഗ്യോ, തിന്നാത്ത കുറവ് മാത്രമേ ഉള്ളൂ. പിടിക്ക്. വേണ്ട ഏട്ടത്തി, എനിക്കിനി തിന്നാൻ പറ്റില്ല. അതിനിതൊക്കെ നിനക്കെന്ന് ആര് പറഞ്ഞു? വയറ്റി കിടക്കുന്ന കൊച്ചിനാ ഇതൊക്കെ നിന്നോട് കഴിക്കാൻ പറയുന്നത്. നേരിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നീ കഴിച്ചാലേ കുഞ്ഞിനും കിട്ടും. ഇതൊക്കെ കുഞ്ഞിന് കിട്ടിയാലേ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നമുക്ക് കിട്ടും. മനസ്സിലായോ നിനക്ക്? ഇത് കഴിക്കും. എന്തെല്ലാം ഗുണങ്ങളുള്ള സാധനന്നറിയോ? ഇതിലെന്തൊക്കെ വിറ്റമിൻ ഉണ്ടെന്നറിയോ? ഇല്ല, അറിയില്ല. എന്തൊക്കെ വിറ്റാമിനാ ഉള്ളത്? കൊറേ വിറ്റമിൻ ഉണ്ട്. നീ ഇത് കഴിച്ചങ്ങോട്ട്. ദാ കൊറേ വിറ്റമിൻ ഒക്കെ നിനക്ക് കിട്ടിക്കോളും. ദാ അതിരെ തുടക്കി. ഇത് കുടിക്ക്. ഇതൊക്കെ ഗർഭിണിയായിരിക്കുമ്പോ പതിവാ. ശരിക്കും ഛർദിക്കണം.
ഇല്ലെങ്കിൽ എന്തോ കുഴപ്പമാണെന്ന്. ആപ്പിൾ അവിടെ വെച്ചിട്ടുണ്ട്, നീ തോന്നുമ്പോ എടുത്ത് കഴിച്ചാ മതി. ഞാനിന്ന് താഴേക്ക് ചെല്ലട്ടെ, ഇങ്ങതാ. വെള്ളം വേണമെങ്കിൽ എടുത്ത് കുടിച്ചാ മതി. ആ മീര മുകളിലേക്ക് കയറിപ്പോയിട്ട് കാണുന്നില്ലല്ലോ. ഇനി അവളുള്ളതൊന്നും കാര്യമാക്കണ്ട. ചേച്ചി ആതിരെ വിളിക്ക്. ഇത്ര നേരം കൊണ്ട് നമ്മളിവിടെ നിൽക്കുക. വിളിക്ക്. ആ ശ്ശെ. അയ്യോ മീരേച്ചി, എന്തു പറ്റി? വാ, പതിയെ. മീരേച്ചി എങ്ങനെ വീണേ? കണ്ടില്ലേ ഒരു ചവിട്ടി? ഇവിടെ കൊണ്ടിട്ടേ? ഞാൻ ഇത്രയും ദിവസം ഈ സാധനം ഇവിടെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഇവിടെ എന്തിനാ ഒരു ചവിട്ടിയുടെ ആവശ്യം? എനിക്കറിയാം ഇതിന്റെ പിന്നിൽ ആരാന്നൊക്കെ. എന്താ ഉദ്ദേശം എന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്തുദ്ദേശം? അതൊക്കെ എനിക്ക് അറിയാം. ഈ വീട്ടില് സ്വസ്ഥമായി നടക്കാനോ നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്റെ ഈശ്വരാ. ഇത് വീടോ അത് പ്രാന്താലയാണോ? മീരേച്ചി വീണപ്പോ തല എങ്ങാനും സ്റ്റെപ്പിൽ തട്ടിയായിരുന്നു. ഇല്ല, ഞാൻ ബോധത്തോടെ തന്നെ പറയുന്നത്. ഈ സാധനം എടുത്ത് എവിടെയും കൊണ്ടുപോയി കള. ചവിട്ടി. അയ്യോ, അയ്യോ അമ്മേ. അയ്യോ എന്റെ നടുവേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.